ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുവാണ്. അയാളുടെ മോള് ഒരു കോഴിക്കടക്കാരനുമായിട്ട് കമ്പനിയായി. ആ പെൺകുട്ടി MBBS ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് ഒരു മെഡിക്കൽ കോളേജിൽ. ഒരു രക്ഷയുമില്ല, പിന്മാറ്റി. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ പോലീസുകാരന്റെ MBBS പഠിക്കുന്ന മോള് ആ മോള് പ്രേമിച്ചത് നാട്ടിലെ കോഴിക്കടക്കാരനെ. എന്നിട്ട് ആ പോലീസുകാരൻ ഇത് ഒത്തുതീർപ്പാക്കാൻ വിളിച്ചതാണെങ്കിൽ കാമിതനെ. എങ്ങനെയുണ്ട് കോമഡി? ചിരിച്ചോ? നിങ്ങൾ ചിരിക്കും, ചിരിച്ച് മണ്ണ് ഒപ്പണ്ടിരിക്കും. 60 കോടി രൂപയാണ് റഹീമിന് വേണ്ടി പിരിച്ചത് എന്നാണ് ഒരു ജനപ്രതിനിധി പറഞ്ഞത്. 60 കോടി രൂപ. എന്നിട്ട് ദാ വരുന്നു, ഇപ്പൊ വരുന്നു, പിന്നെ വരുന്നു, ദാ വന്നുകൊണ്ടിരിക്കുന്നു. റഹീം ഇപ്പോഴും പുകമറയാണ്. ഒടുവിൽ ഈ കമ്മിറ്റിക്കാരെ കുറിച്ച് തന്നെ, ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകാരെ കുറിച്ച് തന്നെ റഹീം ജയിലിൽ കിടന്ന് ഉപയോഗിച്ച പദം കള്ളന്മാർ എന്നായിരുന്നു. സ്വന്തം മാതാവ് പോലും കാണാൻ പോയിട്ട് കള്ളന്മാരുടെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറയും. അതായത് അവർക്കിടയിൽ ഒരു സംഘടിതമായ രൂപമുണ്ട്. എൻ്റെ പൊന്നു കാമിതേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞ റഹീം നേരിട്ട്, ഞാൻ റഹീമിനോട് സംസാരിച്ച ആളാണ്. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. റഹീം നേരിട്ട് എന്നെ വിളിച്ചിട്ട്, അത് ആര് ത്രൂ ആണെങ്കിലും നേരിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഈ പറഞ്ഞ റഹീം കള്ളന്മാർ എന്ന് പറഞ്ഞത് കമ്മിറ്റിക്കാരല്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ അവസാനം എന്താ പറയുക, ഈ ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന ചില ഈ ഇത്തുക്കണ്ണികളുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഇത്തുക്കണ്ണികൾ അതിൻ്റെ ഇടയിൽ പിടിച്ച സമയത്ത് അവന്മാരെ കൂടെ കുടുംബത്തിനെ കൊണ്ടുവരരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉമ്മനെ കാണില്ല എന്നായിരുന്നു റഹീം പറഞ്ഞത്. അത് വിത്ത് റഹീമിൻ്റെ ഓഡിയോ ഉള്ള 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. റഹീം നേരിട്ട് എന്നോട് സംസാരിച്ച വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ കാമിത അതൊന്ന് പോയി കാണണം. കണ്ടിട്ട് വന്നിട്ട് വേണം. ഇങ്ങനെ പച്ചക്കള്ളം നട്ടാല് എന്താ പറയുക, ഈ തിളിർക്കാത്ത കള്ളങ്ങളുണ്ടല്ലോ, അതാണല്ലോ നമ്മൾ രാവിലെ മുതൽ അങ്ങ് രാത്രി 12 മണി വരെ ലൈവിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി. പച്ചക്കളവ്, കള്ളത്തി എന്നൊക്കെ നമ്മൾ അമ്മാതിരി കളവ് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നീ എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇങ്ങനത്തെ അലിഗേഷൻസ് പറയാൻ. ഇനി എന്താണെങ്കിലും നീയും ആ പറഞ്ഞ മലരൻ ബൈജും കൂടെ ഇന്ന് വന്ന് സംസാരിച്ചത് അതിനേക്കാൾ വലിയ കോമഡിയാണ്. തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ കേസ് ബൈജുവിനെതിരെ തന്നെ ആയിരിക്കും. നമ്മുടെ മൈജുവിനെതിരെ വന്ന കേസിനായിരിക്കും നീയും ഈ മൈജും കൂടെ ഒന്ന് വന്നിട്ട് ഈ ഒരു ലൈവ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതായത് നാട്ടിലെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് കൊല്ലിക്കാൻ വേണ്ടിയിട്ട് നീയും ഈ മലരൻ ബൈജും കൂടി ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസ് രാവിലെ മുതൽ നമ്മൾ കാണുന്നുണ്ട്. ചെറ്റ വർത്താനം പറയാൻ വേണ്ടി മാത്രം നീയൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന നിൻ്റെയൊക്കെ ലൈവ്, ഈ പറഞ്ഞ മൈജു ചെറ്റയുടെ ലൈവും. എന്നിട്ട് നീയൊക്കെ വന്നിട്ട് തെണ്ടുന്നുണ്ടല്ലോ. നിങ്ങളുടെ സംഘപുത്രനെതിരെ കേസുണ്ട്. സംഘപുത്രനെതിരെ കേസുള്ളത് കൊണ്ട് ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തുനിന്നില്ല, പല സ്ഥലങ്ങളിൽ കേസുള്ള സംഘപുത്രൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ തരണം. അതിന് നിങ്ങൾ കമ്പയർ ചെയ്തത് റഹീമിന് പൈസ കിട്ടരുത്. റഹീമിൻ്റെ കേസും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് 1, 2 34 കോടി, അതിൻ്റെ കൂടെ 12 കോടിയും കൂടെ എക്സ്ട്രാ പിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കേസിലുള്ള ജെന്യൂനിറ്റി കൊണ്ടാണ്. നീ ഇപ്പോൾ സംഘപുത്രനും നീയും ഈ മലരനും കൂടെ വന്നിട്ട് സംസാരിക്കുന്ന സംഘപുത്രനെ പല സ്ഥലങ്ങളിലാ കേസ്, അതും കള്ളക്കേസ്, എന്നിട്ട് പോരാൻ പറ്റുന്നില്ല എന്ന്. നാട്ടിൽ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അതും പല സ്ഥലത്തുനിന്ന് കള്ളക്കേസ് കൊടുത്തിട്ട് അവന് ഊരിയിട്ടില്ലെങ്കിൽ അവനൊരു ഫ്രോഡായിരിക്കും. മിക്കവാറും മൈജു ആയിരിക്കും, അത് ഫ്രോഡായിരിക്കും. എന്താണ്, നിങ്ങൾ വീഡിയോ ഒന്ന് കാണ്. രണ്ടും കൂടെ ഇരുന്ന് തെണ്ടുന്നുണ്ട് ഒരുത്തിന് വേണ്ടിയിട്ട്. നമസ്കാരം പ്രേക്ഷകന് വലിയ സ്നേഹ നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ടീച്ചറും ഞാനും ഒരു സെഷനിൽ വരുന്നത്. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ചൊറിയാതെ വയ്യ എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വൈകാതെ തന്നെ നമ്മളത് വീണ്ടും ആ ഒരു രൂപത്തിലേക്ക് മാറും എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, കാരണം ഒരുപാട് കള്ളക്കേസുകൾ ഞങ്ങൾക്കെതിരെ വരുന്നു. അത് കൃത്യമായിട്ടും ചൊറിയേണ്ടിടത്ത് കൊണ്ടു അവിടെ കൃത്യമായിട്ട് ചൊറി വന്നത് കൊണ്ട് തന്നെ ഒട്ടേറെ കള്ളക്കേസുകൾ വരുമ്പോൾ നമ്മൾക്കത് ഒരു വ്യക്തികൾക്ക്
ബന്ധുക്കൾ, രണ്ട് വ്യക്തികൾക്കൊക്കെ അത് ഫേസ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല സമയത്തും നമ്മൾക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാന്യ പ്രേക്ഷകരോട് തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു വലിയ വിഷയം ഷെയർ ചെയ്യാതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുള്ളത്. കാരണം ടീച്ചർക്കും എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന നമ്മുടെ ഒരു സഹോദരൻ, ആ സഹോദരനെ ഈ ഇവിടെ നിരോധിക്കപ്പെട്ട PFI ഭീകരന്മാരും SDPI ഭീകരന്മാരും ചേർന്നുകൊണ്ട് ഒരു കള്ളക്കേസിൽ കുരുക്കുന്നു. ആ കള്ളക്കേസിൽ കുരുക്കിയ ആ യുവാവിനെ മറ്റാരും രക്ഷയില്ലാതെ, ഭാര്യയും ഒരു കുഞ്ഞുമടക്കമുള്ള ഒരു ചെറിയ കുടുംബം, ആ കുടുംബത്തിലെ ഏക അത്താണിയായിട്ടുള്ള നമ്മുടെ സഹോദരൻ, ആ സഹോദരനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് ആളുകൾ കാണുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ വീഡിയോയ്ക്ക് മുൻപിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തും ഒക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾക്ക് അത് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ വ്യക്തി ആരെന്നും എന്താണ് കേസെന്നും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിറകെ വരുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ വേറെയുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാൻ ടീച്ചറോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് മുൻപേ ചിന്തിച്ചിരുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഇത് നിയമാനുസൃതമായിട്ട്, നിങ്ങൾ കേട്ടല്ലോ, കേസിന്റെ ഡീറ്റെയിൽസും ആരാണ് എന്താണെന്ന് പറയില്ല. പക്ഷേ കള്ളക്കേസാണ് കൊടുത്തത്. കള്ളക്കേസ് കൊടുത്ത് ബുദ്ധിമുട്ടുന്ന സംഘപുത്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു മലയാളികളെ, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും കൊടുക്കരുത്. നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞും മറഞ്ഞും ഇരുന്ന് ചെറ്റത്തരം രാവിലെ മുതൽ അങ്ങ് പാതിരാത്രി വരെ ഈ പറഞ്ഞ യൂട്യൂബിൽ കൂടെ എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്യുന്ന രണ്ട് വാണങ്ങളാണ് ഈ രണ്ടെണ്ണം. ഈ പറഞ്ഞ കാമിദിയും ഈ പറഞ്ഞ മൈജും. ഇവന്മാർ വന്നിട്ടുണ്ടെങ്കിൽ, പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവന്മാരുടെ കേസ് തന്നെ ആയിരിക്കും. രണ്ടെണ്ണം അമ്മാതിരി പച്ച വർഗീയ തുപ്പിക്കൊണ്ടിരിക്കുന്ന ദിവസം. അപ്പം ഇവന്മാരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്കെതിരെയുള്ള കേസ് അത് തീർക്കാൻ തന്നെ ആയിരിക്കും. വേറെ ഒന്നും അവനൊരു ചാൻസും ഞാൻ കാണുന്നില്ല. നിങ്ങൾ കേട്ടൊക്കെ വീഡിയോ മൊത്തം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ആരാണ് യഥാർത്ഥ ചെറ്റത്തരം കാണിച്ചതെന്നുള്ളതും കേസിൽ പെട്ടതെന്നുള്ളതും. അത്തരത്തിലുള്ള ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ, അത്തരത്തിൽ കേസുകളായാലും വീടില്ലാത്തവർ വീടായാലും അത്തരത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ മാത്രം ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ നാട്ടിൽ എന്ന് നമുക്കറിയാം. അതിന് മതേതരം എന്ന പേര് വിളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം കൊടുക്കുകയാണ്. അതിന്റെ വെട്ടം എന്ന പേരാണ് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള, ഈ ടീച്ചർ സജസ്റ്റ് ചെയ്ത പേരാണ്. അപ്പൊ ആ പേരിൽ തന്നെ നമ്മൾ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇപ്പോൾ നമ്മുടെ ഒരു സംഘ സഹോദരന്റെ കറക്റ്റാണ് കേട്ടോ. വെട്ടം എന്നല്ല, വെട്ടിപ്പ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ജാമിദ കാമിദയും നീയും കൂടെ ഈ ഒരു സംഘടന തുടങ്ങാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ വെട്ടിക്കും. നിങ്ങളുടെ പരിപാടികൾക്കൊക്കെ നിങ്ങൾ വെട്ടിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ കൊള്ളാം, നല്ലൊരു മൂവാണ്. എന്താ പറയുക, ആരെങ്കിലും നമ്മുടെ നാട്ടിൽ സഹായിക്കാൻ, അത് ഈ നാട്ടിലെ ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ അത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഈ നാട്ടിലെ സകല ആൾക്കാരും കേരളത്തിലെ മലയാളികൾ എല്ലാ പ്രാവശ്യവും സഹായിക്കാറുണ്ട്. ഒരു റഹീമിനെ മാത്രമൊന്നും അല്ലടോ, ഒരുപാട് കേസുകൾ മതം ജാതി നോക്കാണ്ട് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീ വന്നിട്ട് സംഘപുത്രനെതിരെ കള്ളക്കേസ് PFI കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് നീ നടക്കുന്നത്. ഇമ്മാതിരി ഉഡായിപ്പ് കേസുകൾ, യഥാർത്ഥ കേസുകൾ, ഉഡായിപ്പ് കേസുകളെ ഒരാളും സഹായിക്കില്ല. അതുകൊണ്ടാണല്ലോ നീ ഡെയിലി വന്നിട്ട് നിന്റെ വീഡിയോയിൽ എന്താ പറയുക ലങ്കോട്ടി നക്കിക്കൊണ്ട് നീ കെഞ്ചി എന്താ പറയുക തെണ്ടിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ കേൾക്കില്ല, അതുകൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടുമല്ല. നീയൊക്കെ ഡെയിലി കാണിക്കുന്ന ചെറ്റത്തരം കണ്ടുകൊണ്ട് ആൾക്കാർ അതിന് സപ്പോർട്ട് ചെയ്യാത്തത്. നീ ബാക്കി പറ, കേൾക്കട്ടെ. അതിനിടയ്ക്ക് ഒരുപാട് കേസുകൾ കൂമ്പാരമായി. നമ്മളെ മാനസികമായി തകർക്കണമെങ്കിൽ ആദ്യം നമ്മളെ ഫിനാൻഷ്യലി ബ്രേക്ക് ചെയ്യണം. കുടുംബപരമായിട്ട് നമ്മളെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇമോഷണലി നമ്മളെ വീക്കാക്കിയാൽ മാത്രമേ നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. നേരിട്ട് ആശയപരമായി നമ്മളോട് മുട്ടി തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഇണങ്ങിയാ നക്കിക്കൊല്ലാം പിണങ്ങിയാൽ കുത്തിക്കൊല്ലാമെന്ന് പറയുന്നത് പോലെ പിണങ്ങി കുത്തിക്കൊന്നാൽ ചാകണമെന്ന് നിർബന്ധമില്ല. ഇണങ്ങി കുത്തിക്കൊന്നാൽ ചാകും ഉറപ്പായിട്ടും. ആശയപരമായിട്ട് നിങ്ങളോട് ആരാണ് യോജിക്കുക? ചാണകം തിന്നുന്ന 4 സംഘികളുണ്ട്, നിങ്ങൾ യോജിക്കും. ഈ നാട്ടിൽ ആ പറഞ്ഞ കൂട്ടം കുറച്ചേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ പടച്ചം സഹായിച്ചിട്ട് ഈ പറഞ്ഞ കേരള നാട്ടിൽ നിങ്ങൾ ഈ പറഞ്ഞ ചെറ്റ കൂട്ടങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊക്കെ വളരെ നല്ല രീതിക്ക്, ഇവൻ BJP-ക്കാർ പോലും നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ഥലമാണ്. നിന്നെപ്പോലത്തൊക്കെ കുറേ വൃത്തികെട്ട ജന്മങ്ങൾ മാത്രമേ ഉള്ളൂ
അപ്പം നീ പറഞ്ഞ നിന്നോട് സഹായിച്ച് നീ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇണങ്ങിയാൽ അങ്ങോട്ട് ഇണങ്ങി നക്കി കൊല്ലാൻ വേണ്ടി നിൽക്കണമെങ്കിൽ നിന്നെ പോലത്തെ മനോഭാവമുള്ളവർ തന്നെ വേണ്ടേ? അല്ലേ കാമിതേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ പോലത്തെയും ഈ മൈജുവിനെ പോലത്തെയും മനോഭാവമുള്ള ആൾക്കാർ വേണ്ടേ നിങ്ങൾ അങ്ങോട്ട് സഹായിച്ചിട്ട് നിങ്ങളെ കയറ്റി വിടാൻ? അത് ആൾക്കാർ കുറവാണ്. നാട്ടിൽ വിവരമുള്ളവരുള്ളത്. ഈ നാട്ടിൽ തീട്ടം തിന്നവരല്ല. ബൈജൊക്കെ രാവിലെ ഡെയിലി കക്കൂസിന്ന് ഓൻ്റെ സ്വന്തം തീട്ടം കഴിച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. അപ്പം അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആളെ കിട്ടാത്തത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണിയുടെ വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ എത്ര ആൾക്കാരെ കാണും എന്ന് ആലോചിച്ച് നോക്ക്. അതായത് സബ്സ്ക്രിപ്ഷൻ 5 ലക്ഷമൊക്കെയാണ്. വീഡിയോ കാണുന്നതാ 10,000. പക്ഷേ 10,000 ഒന്നുമില്ല കേട്ടോ, മാറിപ്പോയി. 5,000, 2,000, 3,000, 500, 400, 300 ഇതൊക്കെ നിന്റെ വീഡിയോ ആൾക്കാർ കാണുന്നത്. അപ്പം തന്നെ നിനക്ക് ചിന്തിച്ചാൽ പോരെ ഈ ആൾക്കാരൊക്കെ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തത് എന്തിനാണ്? നിന്റെ ഈ ചെറ്റത്തരം കേട്ടിട്ട് നിന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിന്നെ ഇഷ്ടപ്പെട്ട് നിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നവരോ സബ്സ്ക്രിപ്ഷൻ തന്നവരോ അല്ലത്. അത് മനസ്സിലാക്കാതെ കേട്ടോ. ഒരു നിലപാടാണ് ശത്രുക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ പല സാഹചര്യങ്ങളിലും യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ഒരു സഹായം, ഏതെങ്കിലും ഒരു കരം നമുക്ക് വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് നമുക്കൊരു സംഘടിതമായ രൂപം വേണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ഒരു കേസിൽ അകപ്പെടും. മനസ്സാ വാച പയ്യൻ അറിയാത്ത ഒരു കേസ്. ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും ആ പയ്യന്റെ കൂലിപ്പണിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് കഴിഞ്ഞു പോകുന്നു. അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കേസുകൾ വരുന്നു. ഒരിടത്തല്ല പലയിടത്ത്. ഇങ്ങനെ കേട്ടല്ലോ, ഒരിടത്തല്ല പലയിടത്ത്. മനസ്സാ വാച അറിയാത്തൊരു സാധു പയ്യന്റെ പേരെ നേരെ പല സ്ഥലങ്ങളിൽ കേസ്. അവിടെ തന്നെ ചീറ്റിയിലിടി നിന്റെ ഒക്കെ എന്താ പറയുക കള്ളത്തരം. ഈ നാട്ടിൽ ഒന്നും അറിയാണ്ട് ഒന്നിലും ഇടപെടാണ്ട് പാവമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളെ എതിരെ ഒരു കേസ്, കള്ളക്കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവനൊരു ഫ്രോഡാണെന്നുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നീയും മൈജും, അതായത് കാമിതി മൈജു ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഉറപ്പിക്കാം ഇതൊരു ഫ്രോഡ് സംഘങ്ങളാണെന്നുള്ളത്. ഒറ്റ കാരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വെളുപ്പിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ഈ ബാക്കി പറ, നിന്റെ വിശദീകരണം കേൾക്കട്ടെ. വക്കീലന്മാരുടെ ഫീസ്, യാത്ര, ഒരു ദിവസം പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പയ്യനെ സഹായിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒരു പരിധി വരെ അത് വിജയിച്ചെങ്കിൽ പോലും ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നത് പോലെ നമ്മൾ ഒരുമിച്ച് നിന്നാലാണ് ഇതിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു ഒത്തുതീർപ്പാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങള് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നമുക്ക് അതിനകത്ത് നാരാന്റെ പൈസ എടുത്ത് തിന്നേണ്ട കാര്യമില്ല. ഞങ്ങൾ അധ്വാനിച്ച് തിന്നുന്ന ആളുകളാണ്. ഒരുപാട് പേര് ഇപ്പോ ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുവാണ്. അയാളുടെ മോള് ഒരു കോഴിക്കടക്കാരനുമായിട്ട് കമ്പനിയായി. ആ പെൺകുട്ടി MBBS ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് മെഡിക്കൽ കോളേജിൽ. ഒരു രക്ഷയുമില്ല, പിന്മാറ്റി. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ പോലീസുകാരന്റെ MBBS പഠിക്കുന്ന മോള് ആ മോള് പ്രേമിച്ചത് നാട്ടിലെ കോഴിക്കടക്കാരനെ. എന്നിട്ട് ആ പോലീസുകാരൻ ഇത് ഒത്തുതീർപ്പാക്കാൻ വിളിച്ചതാണെങ്കിൽ കാമിതനെ. എങ്ങനെയുണ്ട് കോമഡി? ചിരിച്ചോ? നിങ്ങൾ ചിരിക്കും, ചിരിച്ച് മണ്ണ് വെപ്പണ്ടിരിക്കും. എന്നിട്ട് കാമിതക്ക് കണ്ണൂരേക്ക് പോകണം ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട്. അതിനോ പൈസ ചോദിക്കുന്നത് നമ്മളോടും, വീഡിയോ കാണുന്ന ആൾക്കാരോട് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്, അതിലോട്ട് പൈസ ഇടണം, എനിക്ക് കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് ഞാൻ വരാമെന്ന്. അടിപൊളിയല്ലേ? ഈ വീഡിയോയിൽ ഇങ്ങനത്തെ സംഭവങ്ങളാണ് മൊത്തം ഉള്ളത്. ചിരിച്ച് നമ്മളങ്ങോട്ട് തീരും. എന്താണെങ്കിലും വേണ്ടില്ല, ബാക്കി കേട്ടിട്ട് നമുക്ക് പരിപാടി നോക്കാം. നമ്മുടെ ലൈവുകള്, നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ബ്രേക്ക് ആവും. അപ്പൊ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ഇവരോട് നമുക്ക് വണ്ടിക്കുള്ളിക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല, വക്കീലിന് കൊടുക്കാനുള്ള പൈസ ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാറ്. ഒരു സംഘടിതമായ ഒരു രൂപം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്ന് തോന്നി. അപ്പോ അങ്ങനെയാണ് നമ്മുടെ ഈ സുഹൃത്തിനെയും സഹായിക്കാം, ഇതുപോലെയുള്ള നിരവധി ആളുകളെ സഹായിക്കാം. മുമ്പ്
പാലോടുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, എന്തായിരുന്നു ബൈജു ആളിന്റെ പേര്? മറ്റേ എള്ളു കുടിയുന്ന, അത് കരുനാഗപ്പള്ളിയുള്ള അനു എന്ന് പറയുന്നത്. അയാൾക്ക് ഒരു രക്ഷയുമില്ല. നമ്മൾ എന്തായിരുന്നാലും വീഡിയോ ചെയ്തു. അയാൾ ഉദ്ദേശിക്കുന്ന അത്ര പൈസ നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു. പിന്നീട് ഒരുമിച്ചിരുന്ന് ആ പൈസ അയാൾക്ക് കൊടുത്ത ആളുകൾക്ക് നന്ദി പറയാൻ പോലും പറ്റാത്ത രൂപത്തില് ഞങ്ങളെ ചെട്ടുപാടിട്ട് മുറുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് പിന്നീട് ആ വീഡിയോ ചെയ്യാനോ ഒരുമിച്ചിരുന്നൊരു ലൈവ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോ ഇങ്ങനെ ഒഴുക്കിന് അനുകൂലമായി പോകാതെ ഒഴുക്കിനെതിരെ നീന്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ വരുന്ന ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ ഒപ്പമുണ്ട് എന്ന വിശ്വാസത്തില് നമ്മൾ കൂട്ടം എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുമായി രൂപീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനകത്ത് 1,00,000 സ്ഥിരം മെമ്പർമാരെയാണ് ഉദ്ദേശിക്കുന്നത്. 1,00,000 ആളുകള് എല്ലാ മാസവും 100 രൂപ വീതം നിക്ഷേപിച്ചാൽ ഈ പ്രയാസം നിഷ്പ്രയാസം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അനേകം ആളുകളുടെ വീടുകളിൽ നമുക്ക് സഹായം എത്തിക്കാൻ പറ്റും. ഓരോരുത്തർക്കും ചെറിയ രൂപത്തിൽ ഓരോ കൂരകൾ പോകും. ചികിത്സയില്ലാത്തവർക്ക് ചികിത്സാ സഹായം ലഭിക്കും. രോഗികളായിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടും. അങ്ങനെ ഒരുപാട്, പ്രത്യേകിച്ച് ഇതുപോലെ നിയമത്തിന്റെ പഴുതുകളിൽ കൊടുക്കുന്ന ആളുകൾക്ക് സഹായം കിട്ടും. മുമ്പ് ഞങ്ങളുടെ ഒരു യുക്തിവാദി സുഹൃത്താണ് ജാഫർ. അവനൊരു കേസ് വന്നു. ആ പാവത്തിന്റെ ഫോണ് വരെ പോലീസ് പിടിച്ചിട്ടു. ആരും സഹായിക്കും, ആരും സഹായിക്കില്ല. ഇപ്പോ മുമ്പ് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഒരു അപകടത്തിൽപ്പെട്ട് സെറിബ്രൽ ഹെമറേജ് സംഭവിച്ചു. തലച്ചോറിലെ രക്തം കൂട്ടി. ഞാനൊരു വീഡിയോ ചെയ്തു. അയാൾ തികഞ്ഞ മതവിശ്വാസിയാണ്. എന്നിട്ട് പോലും ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ്സിൽ 90% നെഗറ്റീവായി. അതെന്തുകൊണ്ടാന്ന് കാമിതൊക്കെ മനസ്സിലായോ? നീ ചെയ്തത് കൊണ്ടാണ്. നിനക്ക് പകരം വേറെ ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരാളെ ചെയ്തിരുന്നെങ്കിൽ നെഗറ്റിവിറ്റി വരില്ലായിരുന്നു. അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ നെഗറ്റിവിറ്റി മാത്രം തുപ്പുന്ന, വിഷം തുപ്പുന്ന നീയൊക്കെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ട് എടുക്കുകയുള്ളൂ. ഈവൻ നല്ലൊരാളാണ് മറുഭാഗത്തുണ്ടെങ്കിലും നീ ചെയ്ത വീഡിയോ നിന്റെ സെറ്റത്തരം കാരണം ആൾക്കാരെ നെഗറ്റിവിറ്റി ആയിട്ട് എടുക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ നിനക്ക് ഇപ്പോഴും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് അയാളെ സഹായിച്ചു. അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ പണം അയാൾക്ക് വന്നു. ദയാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോ ഈ കമന്റ് ഇട്ട ആളുകളൊക്കെ വിശ്വാസികളാണ്. ഇവരെ സഹായിച്ച ആളുകളൊക്കെ സംഘികളാ, ചാണക സംഘികളാണ്. ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം ഈ സഹായം കിട്ടിയ ആള് പറഞ്ഞത് വല്ലാതെ വേദനിച്ചു നമുക്ക്. കാരണം ഇത് BJP-ക്കാരുടെ സഹായമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, BJP-ക്കാരും നിങ്ങൾക്ക് തന്ന സഹായം നിങ്ങൾ തിരിച്ചുകൊണ്ടാ. നമ്മൾ എത്രയോ അർഹരായ ആളുകൾക്ക് കൊടുക്കാം. ഈ നന്ദിയില്ലാത്ത ടീമിനെ സഹായിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അയാൾ ഒരു വിശ്വാസി ആയിട്ട് പോലും പറഞ്ഞത് ഞാനായിപ്പോയി, വൈജു ആയിപ്പോയി, സിജോ ആയിപ്പോയി, ക്രൈം നന്ദകുമാർ ആയിപ്പോയി. നമ്മളൊക്കെയാണ് ആ വീഡിയോ ചെയ്തിരുന്നത്. ആ വ്യക്തികളെ നോക്കി വിഷയങ്ങളെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി, ഇവരെ ആരെയും സമീപിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല, അത് വേറെ. അപ്പൊ ഇങ്ങനെ നമ്മള് ഒരു സംഘമായി നിന്ന്, സംഘടിതമായി നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് ഇന്ന് ജീവിച്ചു പോകാൻ ഒരു സഹായമാകുമെന്നാണ് പറയാൻ. അതുകൊണ്ട് കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റില് സ്ഥിര മെമ്പർ ആകാൻ ആദ്യത്തെ 1,00,000 ആളുകൾക്ക് മാത്രമേ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ. അതിനപ്പുറം എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, സഹായിക്കാം. 1,00,000 ആൾക്കാർ 100 രൂപ വെച്ചിട്ട് സിമ്പിളായിട്ട് മാസത്തിൽ 100 രൂപ. 1,00,000 ആൾക്കാർ ഈ 100 രൂപ എന്ന് പറയുമ്പോൾ 1 കോടി റുപ്യ അല്ലേ? മാസത്തിൽ 1 കോടി റുപ്യ നിങ്ങളത് നിക്ഷേപിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മൈജും കാമിരിയും ഒക്കെ ഇവിടെ കിടന്നിട്ടല്ലോ അങ്ങനെ 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 ഞെളിക്കും. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ വീഡിയോ ഇട്ട് ചെറ്റത്തരവും വളിത്തരവും പറഞ്ഞിട്ട് ഞങ്ങൾ ഈ നാട് മുടിപ്പിക്കും. കേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾ പൈസ എടുത്തിട്ട് ഞങ്ങൾ എന്താ കേസ് തീർക്കും. അതാണ് ഞങ്ങൾ. കേട്ടല്ലോ? ട്രാൻസ്പെറന്റ് ആയിരിക്കും. എത്രയാണ് ഇതിനകത്ത് പൈസ ഉള്ളത്, എത്രയാണ് വരുന്നത് പോകുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യം. ഒന്ന് MP, ഒന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ
മതതീവ്രവാദികൾ കുടുക്കിയിട്ടിരിക്കുന്നു, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കുടുംബം പട്ടിണിയാണ്. നമ്മളൊക്കെ ചെയ്യുന്ന സഹായത്തിന് ഒരുപാട് ലിമിറ്റുകളുണ്ട്. അപ്പോ എല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും ആ മനുഷ്യന് സഹായം ചെയ്താൽ ആ കുടുംബം അല്ലലില്ലാതെ പോകുമെന്ന് മാത്രമല്ല, ഈ മതതീവ്രവാദികളിൽ നിന്നും അതിനൊരു മോചനവും ലഭിക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഇടതലും വലതലും ഇത്രയും കാലവും ശ്രമിച്ചിട്ടുള്ളതെല്ലാം ഈ മുസ്ലിം തീവ്രവാദികളെ സുഖിപ്പിക്കുന്ന നയമാണ്. നമുക്കെതിരെ വരുന്നത് MP ആണ്, MLA ആണ്, മന്ത്രിമാരാണ്. നമുക്ക് വേണ്ടിയിട്ട് ആര് നിൽക്കും? എനിക്കിപ്പോ 3 കേസുമായിട്ട് പോയിരിക്കുന്നത്, ഒന്ന് MLA, ഒന്ന് MP, ഒന്ന് മന്ത്രി. അപ്പൊ ജാമിദക്ക് 3 കേസാണുള്ളത്. അതിലൊരു കേസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഏതൊരു MLA ആണെന്നാണ് നമ്മുടെ കാമിദ പറഞ്ഞത്. 2ാമത്തെ കേസ് കൊടുത്തിട്ടുള്ളത് MP ആണ്. 3ാമത്തെ കേസ് കൊടുത്തിട്ടുള്ളത് മന്ത്രിയാണ്. എന്ത് തള്ള ജാമിദെ? ഇത് എന്ത് തള്ള കാമിദെ തള്ളിക്കൊണ്ടിരിക്കുന്നത്? അനക്കൊക്കെ എതിരെ കേസ് കൊടുക്കാൻ നാട്ടിലെ സാധാരണ ആൾക്കാർ മതി, മനുഷ്യന്മാർ മതി. കാരണം നീയൊക്കെ തുപ്പുന്ന വിഷങ്ങൾക്കെതിരെ അത് കാണുന്ന സാധാരണ മനുഷ്യർ, അല്ലാണ്ട് മന്ത്രിയും MLAയും MP ഒക്കെ എൻ്റെ കേസും കണ്ട് നടക്കില്ല. ഇവിടെ മൊത്തത്തിൽ കേസ് കേട്ടാ ഈജി എല്ലാവർക്കും പറയാം. എൻ്റെ കേസും കണ്ടിട്ട് ഇവർ നടക്കുക. ഇവരൊക്കെ 100 കാര്യങ്ങൾ വേറെ ചെയ്യാണ്ട് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഈ കാമിദിൻ്റെ പിന്നാലെ നടക്കാനല്ല MPക്കും MLAക്കും മന്ത്രിമാർക്കും നേരം. എന്ത് വൃത്തികെട്ട കള്ളത്തരൊക്കെ ഈ പറയുന്നത്. നീ തുടക്കത്തിൽ പറഞ്ഞ പോലെ, റഹീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നീ കള്ളത്തരൊക്കെ നിർത്തിയിട്ടൊന്ന് മനുഷ്യനാവാൻ ട്രൈ ചെയ്യുകളേ. ഇതൊക്കെ എന്നും നന്നാവാനാ? എന്ത് സാധനയൊക്കെ. പ്രബലരായ ആളുകളെ ഇറക്കിയാണ് നമ്മളെ തടയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സഹോദരന്റെ പേരും വിവരങ്ങളും ഒക്കെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ട് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം. അപ്പോ മുന്നോട്ട് പറയാൻ പറ്റാത്ത കാര്യം അയാളുടെ കേസിനെ അത് സാരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ നമ്മളിൽ ഒരാളായി കണ്ട് കഴിയുന്ന സഹായം ചെയ്യണം. നമ്മൾ എത്രയോ ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി എത്രയോ പണം നമ്മൾ ചെലവഴിക്കുന്നവരാണ്. പക്ഷെ ഈ പൈസ ആ മനുഷ്യന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 രൂപയാണെങ്കിലും ശരി, സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങാൻ ആ മനുഷ്യനോട് കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ ലൈവായിട്ട് ആളും കാണുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യും. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈജു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഇവൻ തന്നെയാണ് ആ പറഞ്ഞ നാറി. കള്ളക്കേസ് എന്ന് ഇവർ പറഞ്ഞു നടക്കുന്ന സകലമാന കേസും കിട്ടിയിട്ടുള്ള ആ പാവപ്പെട്ട പയ്യൻ ഈ പറഞ്ഞ നാറി തന്നെ ആയിരിക്കും. വേറെ ആരും അവനൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ 100 രൂപയോ 10 രൂപയൊക്കെ വെച്ചിട്ട് കൊടുക്കുക. ദിവസം വന്നിട്ട് ചെറ്റത്തരം പറയുന്ന ആ ചെറ്റ കേസ് നിങ്ങൾ അങ്ങോട്ട് തീരുമാനമാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ കാമിദ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അതിനാണ് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ റഹീമിൻ്റെ കേസും റഹീം ഉമ്മനെ പറഞ്ഞതും കമ്മിറ്റിക്കാരെ പറഞ്ഞതും പറഞ്ഞ് പച്ചക്കളവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സാധനം. ഇവളൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. എക്സ് മുസ്ലിം, എക്സ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമല്ലോ, ചോറ് കഴിക്കുമ്പോൾ ചോറാ, തിന്ന് കഴിഞ്ഞിട്ട് ദഹിച്ച് അത് പുറത്തോട്ട് പോകുമ്പോൾ തീട്ടമാണത്. ഈ പറഞ്ഞ പോലെ എക്സ് മുസ്ലിം ആകുമ്പോൾ നല്ല മുസ്ലിമാണ്. എക്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ തീട്ടത്തിൻ്റെ വില ഇതിനൊക്കെ ഉള്ളൂ. കറക്റ്റ് അത്രേ ഉള്ളൂ. വെറും തീട്ടങ്ങൾ എന്ന് പറയേണ്ടി വരും. വളിയോ തീട്ടം, നിങ്ങൾക്ക് എന്ത് ഫുഡ് കഴിക്കുമ്പം നമ്മളൊക്കെ ഫുഡ് ചോറും പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ തന്നെയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് തൂറുന്ന സമയത്ത് വെറും തീട്ടങ്ങൾ. അതാണ് ഈ പറഞ്ഞ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആദ്യം മുസ്ലിം ആയിരുന്നു, ഇപ്പം എക്സ് ആയിട്ടുണ്ട്. അതായത് ഇപ്പം വെറും തീട്ടങ്ങളായിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വന്ന് കിടന്നിട്ട് അങ്ങോട്ട് മെഴുകുക, അങ്ങോട്ട് വന്നിട്ട് തെണ്ടിക്കൊണ്ടിരിക്കുക. കേസ് നടത്താൻ പൈസ ഇല്ല എനിക്ക്, അത് നടത്താൻ പൈസ ഇല്ല എനിക്ക്, ഇത് നടത്താൻ പൈസ ഇല്ല, നിങ്ങൾ തരണേ, എൻ്റെ ഗൂഗിൾ പേ ഇതാവിടെ, എൻ്റെ മറ്റേ അക്കൗണ്ട് ഇതാവിടെ, നിങ്ങൾ പൈസ തരണേ, എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് തെണ്ടി ജീവിക്കുന്ന കുറേ ചെറ്റകൾ. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതിനൊക്കെ എന്താ നമുക്ക് പറയാൻ പറ്റും? നിങ്ങളൊന്ന് പറ. അതിന് റഹീമിൻ്റെ കേസ് പോലത്തെ, അതല്ലെങ്കിൽ ഈ മനാഫിൻ്റെ കേസ് പോലത്തെ കുറേ കേസും വെച്ചിട്ടാണ് ഈ 2 എണ്ണം കൂടെ ഇന്ന് ലൈവിൽ വന്നത്. സത്യം നന്നാവില്ല. തീട്ടങ്ങളെന്നേ പറയാൻ പറ്റില്ല. അതിനപ്പുറത്തോട്ട് നല്ല വേർഡ് ഇതിനെ യൂസ് ചെയ്യാനില്ല. തീട്ടെന്നും പറയാം, തീട്ടത്തിലെ പുഴുവെന്നൊക്കെ പറയേണ്ടി വരും. കുറേ സംഘികളെ പറ്റിച്ച്, അല്ലെങ്കിൽ കുറേ ഈ തീവ്ര ഹിന്ദുക്കളെ പറ്റിച്ച് പൈസ എടുത്ത് ജീവിച്ചു പോകുന്ന കുറേ വാണങ്ങൾ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. കഷ്ടം.